ഡൽഹി മെഹ്റോളിയിൽ 5 നില കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. 2 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 9 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം. നമുക്ക് നന്ദനുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. നന്ദഗോപൻ, എങ്ങനെയാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുകയാണോ? ഇപ്പോൾ മരിച്ചവരുടെ എണ്ണം 2 ആയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെ തുടരുകയാണ് നന്ദൻ? അശ്വതി, ഇന്നലെ രാത്രിയിലാണ് 5 നില കെട്ടിടം മെഹ്റോളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തകർന്നു വീണത്. ഈ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കമടക്കം ഇതിന് കാരണമായി എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായ വിലയിരുത്തലുണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. NDRFിൻ്റെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം മുന്നോട്ട് നീങ്ങുന്നത്. ഇന്നിപ്പോൾ രാവിലെ ഇവിടെ ഈ സൈറ്റിലേക്ക് കൂടുതൽ JCBയും അതേപോലെ തന്നെ ക്രെയിനുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് വലിയ ബീമുകളും മറ്റും എടുത്തു മാറ്റുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് 12 പേരെ ഇതിനോടകം തന്നെ ജീവനോടുകൂടി രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ്. 2 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനിയും ഏതാനും പേർ അതിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴും അനുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സ്ഥലത്ത് ഫയർഫോഴ്സിൻ്റെ അടക്കം സാന്നിധ്യം ഇപ്പോൾ നിലവിലുണ്ട്. പോലീസും ഫയർഫോഴ്സും അതേപോലെ തന്നെ നാട്ടുകാരും NDRFും ചേർന്നുള്ളൊരു സംയുക്ത രക്ഷാപ്രവർത്തനമാണ് ഈ മേഖലയിൽ പുരോഗമിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അധികൃതരോട് ഉടനടി റിപ്പോർട്ട് സമർപ്പിക്കുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശരി നന്ദൻ, വിവരങ്ങൾ വ്യക്തമാണ്. അങ്ങനെ 5 നിലം കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു എന്നുള്ള പ്രതീക്ഷാജനകമായ വിവരങ്ങളാണ് നന്ദൻ പങ്കുവയ്ക്കുന്നത്. പക്ഷേ 2 പേരുടെ ജീവൻ നഷ്ടമായി. അത് നമുക്ക് വളരെ ആശങ്കാജനകമായ ഒരു വിവരം കൂടിയാണ്. ഡൽഹിയിൽ നിന്നും ഇന്ന് പുലർച്ചെ നമ്മൾ തേടിയെത്തിയത്. എന്തായാലും